ഇറാന്റെ കൂട്ടാളികളെ ഒതുക്കാൻ പുതിയ തന്ത്രവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാരണം ഇറാനെതിരെ ട്രംപ് ആകട്ടെ ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു സാധാരണ സാമ്പത്തിക ഉപരോധമല്ല. ആയതിനാൽ തന്നെ ഇറാനെ സാമ്പത്തികമായ ലോജിസ്റ്റിക് തലത്തിലോ സഹായിക്കുന്ന മൂന്നാം രാജ്യങ്ങൾക്കും കടുത്ത സാമ്പത്തിക പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇവിടെ അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ അമേരിക്ക ഇറാൻ ഏറ്റുമുട്ടൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് അടുത്ത സന്ദേശം പുറത്തുവിട്ടത്. ഇറാനുമായി ചർച്ചകൾക്ക് അമേരിക്ക തയ്യാറായിരുന്നുവെന്നും എന്നാൽ ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ ടെഹ്റാൻ പരാജയപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് ട്രംപിന്റെ ആരോപണം. അതിന് പിന്നാലെ തന്നെ ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള സാമ്പത്തിക സമ്മർദ്ദവും യുദ്ധസമാനമായ നടപടികളും സ്വീകരിക്കുമെന്നതാണ് ഇവിടെ ട്രംപ് വ്യക്തമാക്കുന്നത്. ഇതുവരെ അമേരിക്കയുടെ ഉപരോധത്തിന്റെ പ്രധാന ലക്ഷ്യം ഇറാൻ തന്നെയായിരുന്നു. എന്നാൽ പുതിയ മുന്നറിയിപ്പ് സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഇറാനെ സഹായിക്കുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും സാമ്പത്തിക സംവിധാനങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഉപരോധ വില വിപുലീകരിക്കാനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത്. അത് മാത്രമല്ല, ഇറാന്റെ സാമ്പത്തിക സ്ഥാപനങ്ങൾ, ബിസിനസ്സുകൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമോ സാങ്കേതികമോ ലോജിസ്റ്റിക് പിന്തുണയോ നൽകുന്നവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇത് പുതിയ തരത്തിലുള്ള സാമ്പത്തിക യുദ്ധമാകാനും സാധ്യതയാണ് ഇവിടെ ഏറുന്നത്. അത് മാത്രമല്ല, ഇറാനെ ഒറ്റപ്പെടുത്താൻ നേരിട്ടുള്ള ഉപരോധം മാത്രം മതിയാകില്ല എന്നതാണ് അമേരിക്കയുടെ പുതിയ കണക്കുകൂട്ടലുകൾ സൂചിപ്പിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇറാന്റെ വ്യാപാര, ഗതാഗത, സാമ്പത്തിക ബന്ധങ്ങളുടെ ശൃംഖലയെ തന്നെ സമ്മർദ്ദത്തിലാക്കുക എന്നതായിരിക്കും പുതിയ തന്ത്രം. എന്നാൽ ട്രംപ് ഇതുവരെ ഒരു നിർണായക കാര്യം വ്യക്തമാക്കിയിട്ടില്ല. ഏതൊക്കെ രാജ്യങ്ങളാണ് അമേരിക്കയുടെ ആ ഒരു ലക്ഷ്യ പട്ടികയിൽ ഉള്ളത് എന്നതാണ്. ചൈനയാണോ, അതോ റഷ്യയാണോ, അതോ പശ്ചിമേഷ്യയിലെ ഇറാനുമായി സാമ്പത്തിക ബന്ധമുള്ള രാജ്യങ്ങളാണോ, അതോ ഇറാന്റെ ബിസിനസ്, ഗതാഗത സംവിധാനങ്ങളുമായി ഇടപെടുന്ന സ്വകാര്യ കമ്പനികളാണോ എന്നതാണ് ഇവിടെ അതായത് ട്രംപ് ഇതുവരെയും വ്യക്തമാക്കാത്ത കാര്യങ്ങൾ. ഏത് തരത്തിലുള്ള ഉപരോധമാണ് വരികയെന്നതും പിഴ എത്രത്തോളം അവിടെ കൂടാനിടയാകുമെന്നത്, അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളെയും ഏത് സ്ഥാപനങ്ങളെയുമാണ് നേരിട്ട് ബാധിക്കുക എന്ന വിവരങ്ങൾ പോലും ദുരൂഹമായി തന്നെ നിൽക്കുകയാണ്. ഒരു രാജ്യത്തിനെതിരായ ഉപരോധം ലോക വ്യാപാര സാമ്പത്തിക സമ്മർദ്ദമായി തന്നെ മാറുമോ എന്നതും ചോദ്യമാവുന്നുണ്ട്. ഇവിടെയാണ് ട്രംപിന്റെ പുതിയ നീക്കത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രാധാന്യം സൂചിപ്പിക്കുന്നത്. ഇറാനെ ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അമേരിക്ക മൂന്നാം രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിച്ചാൽ അത് ഒരു രാജ്യത്തിനെതിരായ ഉപരോധത്തിൽ നിന്ന് ആഗോള സാമ്പത്തിക ശക്തി പ്രകടനമായി തന്നെ മാറുവാനും അമേരിക്കൻ വിപണിയുമായും ഡോളർ അധിഷ്ഠിത സാമ്പത്തിക സംവിധാനങ്ങളുമായും ബന്ധമുള്ള രാജ്യങ്ങളും കമ്പനികളും കടുത്ത സമ്മർദ്ദത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കയുടെ സാമ്പത്തിക ഭീഷണികൾക്ക് വഴങ്ങാതെ തന്നെ ഇറാനുമായി ബന്ധം തുടരുന്ന രാജ്യങ്ങൾ പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിലും അത് വഴിയൊരുക്കാനും സാധ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ എണ്ണക്കടത്ത്, അനധികൃത പണമിടപാടുകൾ, വ്യാജ കമ്പനികൾ, അതുപോലെ കപ്പൽ രജിസ്ട്രേഷനുകൾ എന്നിവ പൂർണ്ണമായും തന്നെ അവസാനിപ്പിക്കേണ്ട സമയമാണിതെന്നതാണ് ഇവിടെ ട്രംപ് കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങൾ നന്നായി ഇക്കാര്യങ്ങളെ കുറിച്ച് നന്നായി അറിയണം എന്നും ശക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി ഇവിടെ നൽകുന്നുണ്ട്. ഒരു രാജ്യം പൂർണ്ണമായും വിപണിയിലാകുന്ന വിധത്തിലുള്ള ഒരു എക്കണോമിക് ഡേ അത് നീക്കത്തിൽ അത്തരത്തിൽ US സഖ്യകക്ഷികൾ ഒപ്പം നിൽക്കണമെന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ ഇവിടെ ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.